നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊഴിയൂരിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത്. BJP പ്രവർത്തകനായിരുന്ന കണ്ണാംകുളം സുനിൽ കുമാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായിട്ടാണ് 3 പതിറ്റാണ്ടിന് ശേഷം കുടുംബം രംഗത്ത് വന്നത്. CCTV ന്യൂസ് എക്സ്ക്ലൂസീവ്. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ മാതൃകയാണ് കുറുക്കൻപാറ ഗ്രീൻ പാർക്ക് എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജി സെന്ററും മന്ത്രി സന്ദർശിച്ചു. ഓണം പ്രമാണിച്ച് വിൽപ്പന നടത്തുവാനായി മാഹിയിൽ നിന്നെത്തിച്ച വൻ വിദേശ മദ്യശേഖരം പിടികൂടി തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ. കുരിയച്ചിറ സ്വദേശി പിന്റോയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് 100ഓളം കുപ്പി വിദേശ മദ്യം. ഗതാഗത കുരുക്കൊഴിയാതെ ചാവക്കാട് നഗരം പരിഹാരം കാണണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. ഓവുങ്ങൽ മുതൽ ആശുപത്രി പടി വരെ അനധികൃത പാർക്കിംഗ് ഉള്ളതിനാൽ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. തൊഴിയൂരിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത്. BJP പ്രവർത്തകനായിരുന്ന കണ്ണാംകുളം സുനിൽ കുമാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായിട്ടാണ് 3 പതിറ്റാണ്ടിന് ശേഷം കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ജോസ് മാളിയേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1994 ഡിസംബർ 4-നായിരുന്നു തൊഴിയൂർ കണ്ണാംകുളം സുനിൽ കൊല ചെയ്യപ്പെട്ടത്. അടച്ചുറപ്പില്ലാത്ത ഓലക്കുടിലിൽ കഴിഞ്ഞിരുന്ന സുനിലിനെ വീട് തകർത്ത് അകത്ത് പ്രവേശിച്ച സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിക്രൂരമായ രീതിയിലാണ് ആക്രമണം നടന്നത്. പിതാവ് കുഞ്ഞുമോൻ, മാതാവ് കുഞ്ഞുമ്മു, സഹോദരൻ സുബ്രഹ്മണ്യൻ, സഹോദരിമാരായ വിനോദിനി, പ്രീതി, സിന്ധു എന്നിവർ അക്രമം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു. അക്രമി സംഘത്തിന്റെ മിന്നലാക്രമണത്തിൽ പിതാവിനും മാതാവിനും സഹോദരനും സഹോദരിയായ വിനോദിനിക്കും ഗുരുതരമായ പരിക്കേറ്റിരുന്നു. സുബ്രഹ്മണ്യന്റെ കൈപ്പത്തി വെട്ടിമാറ്റുകയും കുഞ്ഞുമോന് ഒരു കൈയിലെ ചൂണ്ടുവിരൽ നഷ്ടപ്പെടുകയും ചെയ്തു. കുഞ്ഞുമ്മിനും വിനോദിനിക്കും വെട്ടേറ്റ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ മുതുവട്ടൂർ സ്വദേശികളായ യുവാക്കളെയും സുഹൃത്തുക്കളായ മറ്റു ചിലരെയും ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ പ്രതികളെ സുനിലിന്റെ കുടുംബത്തിന് കാണിച്ചുകൊടുത്ത് തിരിച്ചറിയാനുള്ള അവസരം അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുക്കാൻ തയ്യാറായില്ലെന്ന് സുനിലിന്റെ മാതാവ് കുഞ്ഞുമു CCTVയോട് പറഞ്ഞു. കേസ് കോടതിയിലെത്തിയപ്പോഴാണ് പ്രതികളെ കണ്ടതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. നിരപരാധികളെ പിടിച്ചെടുക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് കൊടുന്ന് കാണിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മുതുവട്ടൂരുള്ളവർ ഈ നിൽക്കണതാണ് നിങ്ങളുടെ പ്രതികളെന്ന് പറഞ്ഞു. അത് മുതുവട്ടൂർ ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളവരെ കണ്ടിട്ടുമില്ല. അവർ ഞങ്ങളെ അറിയില്ല. ഞങ്ങൾ കണ്ണ് ഡോക്ടറെ അടുത്ത് മോളായിട്ട് പോകും പോരും. ആ ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ട് ഞാനും എൻ്റെ മോളുകൊണ്ട് പോരും. ഇവർ അവിടെ ഉണ്ടോ അല്ലേന്ന് ഞങ്ങൾക്കറിയില്ല. ആ ആൾക്കാരനെയാണ് ശിക്ഷിച്ചത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുക എന്താ ഇത്രയും വലിയൊരു കൊല ഞങ്ങളുടെ വീട്ടിൽ ചെയ്തത് ഒന്നൊന്നുമില്ലാണ്ട് നശിപ്പിച്ച് പോയി. ഒന്നിൻ്റെ ജീവിതം പോയി. അച്ഛൻ്റെ ഇടത്തെ കൈയിൻ്റെ ചൂണ്ടാണി വിരൽ മുറിച്ച് കളഞ്ഞു. ഇന്നെ തല തൊട്ട് പെരുവിരൽ വരൻ്റെ ശരീരം മൊത്തം തുന്നി പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത്തരത്തിലൊരു ക്രൂരത ചെയ്ത ആൾക്കാരനെ ഞങ്ങൾ കാണിച്ചു കൊടുക്കില്ലേ? അത് ഞങ്ങൾ ചെയ്തതിൽ മനഃപൂർവ്വം ഞങ്ങളവരെ പ്രതിയാക്കിയതല്ല. ഗുരുവായൂർ പോലീസാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുള്ളത് ഇവരാണെന്നുള്ളത്. അത് ഞങ്ങൾ പറഞ്ഞ മൊഴി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേസിൽ പ്രതികളാക്കി ജയിൽ ശിക്ഷ അനുഭവിച്ചവരെ പിന്നീട് കുറ്റവിമുക്തരാക്കുകയും കഴിഞ്ഞ ദിവസം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് തൊഴിയൂർ സുനിൽ വധം വീണ്ടും ചർച്ചയായത്. പോലീസ് പ്രതികളാക്കി ശിക്ഷ വാങ്ങിക്കൊടുത്തവർക്ക് നീതി ലഭിച്ചുവെങ്കിലും തങ്ങൾക്ക് ഇനിയും നീതി ലഭ്യമായില്ലെന്ന് സുനിലിന്റെ സഹോദരൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു. സംഭവം വേറെ കാര്യം ചില സംഭവം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ നിഗൂഢത മാറിയിട്ടില്ല. പ്രതികളിപ്പോൾ പിടിച്ചിട്ട് ക്രൈംബ്രാഞ്ച് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആർക്ക് വേണ്ടി ചെയ്തു? ഇത് തീവ്രവാദമാണോ? കാരണം വെച്ചാൽ ഇത് എവിടെ എത്താതെ ഇപ്പോഴും കെടുക്കുകയാണ്. ഈ കുടുംബം തന്നെ അത്രയും ദുരിതം അനുഭവിച്ചതാണ്. നമ്മളെ ആരെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ചെയ്യാത്തൊരു കുറ്റത്തിനാണ് ഇത്രയും പൈശാചികമായിട്ട് ഞങ്ങൾ വേട്ടയാടിയത്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു സത്യസന്ധമായിട്ടൊരു അന്വേഷണം വരണം. കാരണം വെച്ചാൽ ഇത് ചെയ്തത് ആരാണെന്നൊക്കെ അറിയണ്ടേ? ഇതൊരു എന്താ പറയുക, ശരിക്കും പറയുക ഒരു മരണം കൊടുക്കണം.
ഉത്തരവാദപ്പെട്ട ആളുകൾ കൊടുത്തിട്ട് ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ നിജസ്ഥിതി. സുനിലിന്റെ കൊലപാതകത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഇസ്ലാമിക ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പിന്നീട് തെളിഞ്ഞത്. കേസ് കേന്ദ്ര ഏജൻസിയായ NIA കൊണ്ട് പുനരന്വേഷണം നടത്തണമെന്ന് പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുമെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. സത്യം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. ഞാൻ പാർട്ടിയിൽ നിൽക്കുന്ന സമയത്താണല്ലോ ഞങ്ങൾ ഈ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് പാർട്ടി നേതാക്കന്മാരോടൊക്കെ സംസാരിച്ചിട്ട് അവർ ചെയ്തോളും എന്നുള്ളതാണ്. സുനിൽ കൊലപ്പെട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും മരണത്തിന് പിന്നിലെ ദുരൂഹത കണ്ടെത്താനുള്ള അവസാന ശ്രമത്തിലാണ് കുടുംബം. കുന്നംകുളം നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജി സെന്ററും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. AC മൊയ്തീൻ MLAയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ മാതൃകയായ കുന്നംകുളം നഗരസഭയുടെ പുതിയ മാലിന്യ സംസ്കരണ രീതികൾ മന്ത്രി ചോദിച്ചറിഞ്ഞു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, മാലിന്യ സംസ്കരണ യൂണിറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മന്ത്രിയോട് വിശദീകരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർ VS സനൽ, ക്ലീൻ സിറ്റി മാനേജർ AV അജിത്ത്, CK ലിജീഷ്, മറ്റ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മാഹിയിൽ നിന്ന് കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന വമ്പൻ വിദേശ മദ്യശേഖരം തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പിടികൂടി. കുരീച്ചിറ സ്വദേശി പിന്റോയുടെ വീട്ടിൽ നിന്നാണ് ഓണം പ്രമാണിച്ച് വിൽപ്പന നടത്തുവാനായി വൻതോതിൽ ശേഖരിച്ചു വെച്ച മാഹി മദ്യം പിടികൂടിയത്. 100ഓളം മദ്യക്കുപ്പികളാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പിന്റോയുടെ സഹായിയായ കെവിനെയും അറസ്റ്റ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ സുധീറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉമ്മറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TJ രഞ്ജിത്ത്, NR രാജു, ഗിരീഷ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമോൻ, K ലത്തീഫ്, പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷീജ, ഷാജിദ, ഷൈജു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. എരുവപ്പെട്ടി തയ്യൂർ റോഡിൽ കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മാറി. ആദൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കാനയിലേക്ക് ചാടിയത്. ആർക്കും പരിക്കില്ല. തയ്യൂർ റോഡിൽ ഗാദി കഴിഞ്ഞ് രണ്ടാമത്തെ വളവിലായിരുന്നു സംഭവം. എതിരെ വന്നിരുന്ന വാഹനത്തിന് വശം ഒതുക്കി കൊടുക്കുന്നതിനിടെയായിരുന്നു അപകടം. പുല്ല് വളർന്ന് കാന മൂടി റോഡിലേക്ക് വളർന്നു നിൽക്കുന്നതിനാൽ കാന കാണാൻ കഴിയാത്തതാണ് അപകടത്തിനിടയാക്കിയത്. എരുവപ്പെട്ടി പോലീസും നാട്ടുകാരും ചേർന്ന് ക്രെയിനിന്റെ സഹായത്തോടെ കാർ ഉയർത്തിയെടുത്തു. UP-യിലേക്കുള്ള യാത്രയിൽ കാണാതായ മലയാളി ജവാൻ വീട്ടിൽ തിരിച്ചെത്തി. ഗുരുവായൂർ സ്വദേശി ഫർസീൻ ഗഫൂറാണ് ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തിയത്. പൂനെയിൽ നിന്ന് ബറേലിയിലേക്ക് പരിശീലനത്തിന് പോകുന്നതിനിടെയാണ് ഫർസീൻ ഗഫൂറിനെ കാണാതായിരുന്നത്. ചാവക്കാട് ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. പരിഹാരം കാണണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. മുതുവട്ടൂർ കോടതി പരിസരം മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെ ഗതാഗത തടസ്സം പതിവാണെന്നും ഓവുങ്ങലിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിലേക്കുള്ള വാഹനങ്ങളുടെ വരവ് മൂലം ഗതാഗത തടസ്സം രൂക്ഷമാകുന്നുവെന്നും ഇതിന് പരിഹാരം കാണണമെന്നും INC പ്രതിനിധി KH ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഓവുങ്ങൽ മുതൽ ആശുപത്രിപ്പടി വരെ അനധികൃത പാർക്കിംഗ് ഉള്ളതിനാൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. വിഷയത്തിൽ തഹസിൽദാറും യോഗം കൺവീനറുമായ MK കിഷോർ ചാവക്കാട് പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും കത്ത് നൽകുമെന്ന് അറിയിച്ചു. മൂന്നാംകല്ല് വട്ടേക്കാട് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതായി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് പറഞ്ഞു. ചാവക്കാട് പുതിയ പാലത്തിൽ കുഴികൾ രൂപപ്പെടുന്ന സംഭവം NH അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് NCP പ്രതിനിധി MK ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു. പാവർട്ടി വില്ലേജ് ഓഫീസിന് മതിയായ കെട്ടിട സൗകര്യമില്ല. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന വിഷയത്തിൽ നടപടി സ്വീകരിക്കുക. പാവർട്ടി കുണ്ടുകടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. ഓവുങ്ങലിൽ വാഹനങ്ങൾക്കു മറ്റും അപകട ഭീഷണിയായി നിൽക്കുന്ന മാവ് മുറിച്ചുമാറ്റണമെന്ന് കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് ചിറമൽ ആവശ്യപ്പെട്ടു. തന്നെ നിർദ്ദേശങ്ങൾ പറയുവാൻ അനുവദിച്ചില്ലെന്നും മൈക്ക് തന്നില്ലെന്നും ഇതിൽ പ്രതിഷേധമുണ്ടെന്നും INL പ്രതിനിധി RP റഷീദ് മാസ്റ്റർ ആരോപിച്ചതോടെ യോഗത്തിൽ പ്രതിനിധികൾ തമ്മിൽ വാക്കുതർക്കത്തിലായി. യോഗം നിയന്ത്രിച്ച അധ്യക്ഷയും തഹസിൽദാറും ഇടപെട്ട് വിഷയം പരിഹരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാലിഹ ഷൌക്കത്ത്, റെജീന, കൊച്ചപ്പൻ വടക്കൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ദീപ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TP ഷാഹു, CT ബാബു, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
കുന്നംകുളത്ത് കൂറ്റൻ ഫ്ലക്സ് ബോർഡിൽ നിന്ന് ഫ്ലക്സ് അടർന്നു മാറി. ജനമാശങ്കയിൽ. ത്രിവേണി ജംഗ്ഷനിൽ സ്ഥാപിച്ച കൂറ്റൻ ഫ്ലക്സ് ആണ് അടർന്നു മാറിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഫ്ലക്സ് സ്ഥാപിച്ചത്. എന്നാൽ ശക്തമായ കാറ്റിനെ തുടർന്ന് ഫ്ലക്സിന്റെ താഴത്തെ അറ്റം അടർന്നു. ശക്തമായ കാറ്റിൽ വലിയ ശബ്ദത്തോടെ ഫ്ലക്സ് ബോർഡിലെ പ്ലാസ്റ്റിക് പൈപ്പുകൾ സമീപത്തെ ബസ് സ്റ്റോപ്പിലെ യാത്രികരുടെ ദേഹത്തേക്ക് വീണു. ആർക്കും പരിക്കില്ല. ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഫ്ലക്സ് നേരാവണ്ണം വയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാര കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടു. സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ കാറ്റിൽ പറന്നു പോയിട്ട് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് ഇത് പോകുന്ന ബസ് യാത്രക്കാരുടെ മുകളിലേക്ക് വീഴുകയും ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയുടെ മുകളിലേക്ക് വീഴുകയുമാണ് ഉണ്ടായത്. അത് ഇന്നലെ പിറ്റേതിൽ വന്ന അപാകതയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പൈപ്പുകൾ ഒരു PVC പൈപ്പ് പോലത്തെ പൈപ്പുകളാണ് പൊട്ടി കസ്റ്റമേഴ്സിൻ്റെ അവിടേക്ക്, കസ്റ്റമേഴ്സ് അല്ല യാത്രക്കാരുടെ മേത്തേക്ക് വീണ്ടുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഇതിനത് സ്ഥാപിച്ച അധികൃതർ വന്നിട്ട് അതൊന്ന് ശരിയായ രീതിയിൽ സ്ഥാപിച്ചാൽ വളരെ നല്ലതാണ്. കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ശബ്ദം ഭയങ്കര ശബ്ദമാണ്. ഭയങ്കരമായിട്ട് അതിന് കാറ്റ് പിടിക്കുകയാണ്. ആ ശബ്ദം ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒരുമനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം വില്ലേജ് ഓഫീസ് റോഡ് പരിസരത്ത് നടന്നു. റോഡിലെ കുഴികളിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി EP കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജീവൻ ജോസഫ്, PC അസ്ലം, OU വിഷ്ണു, മുഹമ്മദ് ഫാരിസ്, മനു ആൻഡോ, വാർഡ് മെമ്പർ KJ ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരുമനൂർ പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിൽ കാളമന കായലിലെ വേലിയേറ്റം മൂലം വീടുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറി പ്രദേശവാസികൾ പൊറുതിമുട്ടുന്നു. വേലിയേറ്റം തടയാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് നിവേദനം നൽകി. പൊന്നാനിയിലെ കർമ്മ റോഡ് മാതൃകയിൽ ഒരു തീരദേശ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ വേലിയേറ്റത്തെ പ്രതിരോധിക്കുവാനും ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുമെന്ന് ടൂറിസം മേഖലയുടെ വികസനത്തിലൂടെ പഞ്ചായത്തിന്റെ നാനോന്മുഖമായ വളർച്ചയ്ക്കും ആക്കം കൂട്ടുമെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങൾ മുൻനിർത്തിയാണ് ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് PK ഫസലുദ്ദീൻ, ജനറൽ സെക്രട്ടറി PP അബൂബക്കർ, ട്രഷറർ PM യഹിയ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് നിവേദനം സമർപ്പിച്ചത്. ജനകീയ ആക്ഷൻ കൗൺസിൽ എന്ന ഈ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരദേശ റോഡുമായി ബന്ധപ്പെട്ട ഒരു നിവേദനമാണിത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് തീരദേശ റോഡ് എന്നല്ല. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് വേലിയേറ്റം മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ഈ ഒരു നിവേദനം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതായിരിക്കും. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പാറന്നൂർ കുരുത്തിച്ചാൽ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ കോൺഗ്രസ് 3-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പ്രദേശവാസികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബസ്സിൽ കയറുവാനോ പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ എടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. പഞ്ചായത്തിൽ പരാതി നൽകുകയും സ്ഥലം MLAയുടെയും പഞ്ചായത്ത് അംഗത്തിൻ്റെയും ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനും തുടർച്ചയായ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് PV റാഫി അധ്യക്ഷനായി. മുൻ വാർഡ് പ്രസിഡന്റ് AK ജെയിംസ്, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് OM ഷാജി, അമൽ കിഷോർ എന്നിവർ സംസാരിച്ചു. ആക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ നാട്ടുകാരെല്ലാവരും പൊതുജനവും ഭരിക്കുന്ന പാർട്ടിയുടെ സ്വന്തം പാർട്ടിക്കാർ പോലും പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ഈ പ്രധാന റോഡിൽ നിന്നും കടന്നു പോകുന്ന കൈവഴികളായ പാറന്നൂർ കുരുത്തിച്ചാൽ റോഡടക്കമുള്ള മുഴുവൻ റോഡിലേക്കുള്ള കൈവഴികൾ അത് ഏറ്റവും അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. സംസ്ഥാന ഹൈവേ പാത വളരെ ഉയരത്തിലും ഈ കൈവഴികളെല്ലാം വളരെ താഴെയാകുകയും ഈ തിരിവിൽ വെച്ച് വലിയ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാറന്നൂർ വാർഡ് കമ്മിറ്റി ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടന്നു വന്നത്. ഒരു സമരം നടത്തി ഒരു സർക്കാരിനെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ആരെയും കരിവാരി തേക്കുവാനല്ല. രാവിലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കാൻ പോകുന്ന പാവപ്പെട്ടവൻ, 2 വീലറിൽ കടന്നു പോകുന്ന ആളുകൾ, 4 ചക്ര വാഹനത്തിൽ കടന്നു പോകുന്ന ആളുകൾ, കാൽനടക്കാർ, ഇവരെല്ലാം ഈ റോഡിന്റെ ജംഗ്ഷനിൽ വെച്ച് അപകടപ്പെടുന്നു. മരണത്തിന്റെ വക്കിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഈ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം നിലനിൽക്കുന്നു. ബസേലിയൂസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ 4ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നടത്തിയ ഗാനാലാപന മത്സര വിജയികളെ പ്രഖ്യാപിച്ചു.
മലങ്കരയുടെ മഹിതാചാരനെ ഗാനാഞ്ജലി എന്ന പേരിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ എറണാകുളം സ്വദേശി ജിനി കെ ജോർജ് ഒന്നാം സ്ഥാനം നേടി. തിരുവല്ല സ്വദേശി ദിയ മേരി അലക്സ്, കുന്നംകുളം സ്വദേശി സിനി റെജി എന്നിവർ യഥാക്രമം 2, 3 സ്ഥാനങ്ങളും നേടി. 40-ൽ പരം പേരാണ് പങ്കെടുത്തത്. വിജയികൾക്ക് 10,001, 5,001, 3,001 രൂപയുടെ ക്യാഷ് പ്രൈസും ശില്പവും ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പിതൃസ്മൃതി സമ്മേളനത്തിൽ സമ്മാനിക്കും. മികച്ച നിലവാരം പുലർത്തിയ ഗാനങ്ങൾക്കുള്ള പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്യും. കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി MCF ഉപയോഗശൂന്യമായി. പരിസരം കാട് പിടിച്ചാണ് കിടക്കുന്നത്. ഉപയോഗിക്കാത്തതുകൊണ്ട് പൂട്ടുകൾ പോലും തുരുമ്പെടുത്ത നിലയിലാണ്. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കൾ പ്രധാന ശേഖരണ സ്ഥലത്തേക്ക് മാറ്റും വരെ ചാക്കുകളിൽ നിറച്ച് മിനി MCFിലാണ് സൂക്ഷിക്കുക. മാസം തോറും ഇവ കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തുള്ള തരംതിരിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പല സ്ഥലങ്ങളിലും MCF ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ MCFന്റെ ബോർഡ് പോലും കാണാത്ത വിധം കാട് പിടിച്ച് മൂടി കിടക്കുന്നത് അവസ്ഥയുമുണ്ട്. മർത്തങ്കോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാൾ സമാപിച്ചു. തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ആൻഡോസ് എലവത്തിങ്കൽ സഹകാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റലപ്പള്ളി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ നാളൂർ, തോമസ് ചക്രമാക്കിൽ, ഊട്ടുകമ്മിറ്റി ഭാരവാഹികളായ റിഞ്ചി മണ്ടുബാൽ, ലോറൻസ് വടക്കൽ, ജോസ് മണ്ടുബാൽ, ബൈജു തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകി. പ്രസുതേന്തി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, രോഗശാന്തി ശുശ്രൂഷ, സമൂഹ ഊട്ടുനേർച്ച എന്നിവയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മർത്തങ്കോട് മേരിമാതാ പള്ളിക്ക് വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് ജോൺ കല്ലംധാനി രചിച്ച വിശുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ആദ്യ യൂട്യൂബ് ഗാനം ഇതിനകം തന്നെ ശ്രദ്ധേയമാണ്. മുഖമെഴുതി ഭാവം തെളിഞ്ഞു. കഥകളി പ്രേമികൾക്ക് നവ്യമായ കാഴ്ചാനുഭവം സമ്മാനിച്ച് കിർമീരവധം കഥകളി അരങ്ങേറി. കാനനപർവം പരമ്പരയിലെ 4ാമത്തേതും അവസാനത്തേതുമായ അരങ്ങ് കിർമീരവധം കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറിയത്. കഥകളി രംഗത്ത് കേരളത്തിലെ വിവിധ കലാസ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ യുവാക്കളുടെ അപൂർവ കൂട്ടായ്മയായ യുവമാണ് കിർമീരവധം അവതരിപ്പിച്ചത്. അഭിനേതാക്കൾക്കും ഗായകർക്കും വാദകർക്കും അഭ്യാസത്തികവും കൃത്യതയും അനുവാചകരെ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന കിർമീരവധം കഥ സമ്പൂർണമായി കുന്നംകുളം കഥകളി ക്ലബിന്റെ സംഘാടനത്തിലാണ് നടന്നത്. കഥകളിയുടെ എല്ലാ സൗന്ദര്യാംശങ്ങളും ഉൾച്ചേർന്നതും അഭിനയം, ഗീതം, വാദ്യം എന്നീ വിഭാഗങ്ങളിലെ പ്രയോക്താക്കളുടെ മാറ്റുരയ്ക്കുന്നതുമായ ആട്ടക്കഥയാണ് കിർമീരവധം. കലാമണ്ഡലം അരുൺ വാര്യർ, കലാമണ്ഡലം ആരോമൽ, കലാനിലയം സൂരജ്, കുമാരി കലാമണ്ഡലം ആര്യ, കലാമണ്ഡലം അരവിന്ദൻ, കലാമണ്ഡലം അനന്തു, കലാമണ്ഡലം പ്രവീൺ, കുമാരി കലാമണ്ഡലം അക്ഷയ, കോട്ടയ്ക്കൽ ബാലനാരായണൻ, സദനം വിപിൻ ചന്ദ്രൻ, സദനം വിഷ്ണുപ്രസാദ് എന്നിവരായിരുന്നു അരങ്ങിലെ അഭിനേതാക്കൾ. ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിക്കുന്ന പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിന്റെ നിർമ്മാണ കമ്മിറ്റി ഓഫീസ് റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിമാരായ വിൽസൺ നീലങ്കാവിൽ, പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസെന്റ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ TJ ചെറിയാൻ, PRO റാഫി നീലങ്കാവിൽ, മറ്റ് ഭാരവാഹികളായ ലെസ്ലി അറക്കൽ, AM വിൻസെന്റ്, AJ മാത്യൂസ്, VV സെബി, NJ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം സൗത്ത് മേഖലാ സമ്മേളനം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ സജ്ജമാക്കിയ P ഭാഗ്യലക്ഷ്മിയ നഗറിൽ നടന്നു. സമ്മേളന നഗറിൽ പ്രത്യേകം സജ്ജമാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. വിദ്യാരഞ്ജിത്ത്, ഷീജ ഭരതൻ, പുഷ്പ മുരളി എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. പത്മ വേണുഗോപാൽ,
സീത രവീന്ദ്രൻ, ആൻസി വില്യംസ്, പുഷ്പ ജോൺ, ഷീജ പ്രദീപ്, KB ഷിബു എന്നിവർ സംസാരിച്ചു. പ്രിയ രക്തസാക്ഷി പ്രമേയവും ഷീജ ഭരതൻ അനുശോചന പ്രമേയവും പത്മ വേണുഗോപാൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CK ലിജീഷ് സ്വാഗതവും EK മോഹനൻ നന്ദിയും പറഞ്ഞു. ഈ BJPയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ സ്ത്രീകൾക്ക്, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഏജൻസികൾ പറയുന്ന കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ഒരു ദിവസം 86 സ്ത്രീകൾ റേപ്പിന് ഇരയാക്കപ്പെടുന്നു എന്ന് കണക്ക് നമ്മളോട് പറയുക. മഹിളാ അസോസിയേഷൻ പറയുന്ന കണക്കല്ല. ഇന്ത്യയിലെ സർക്കാരിൻ്റെ കീഴിലുള്ള BJP സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസി എടുത്ത കണക്ക് പറയുകയാണ്. ഇന്ത്യ രാജ്യം കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ഷേത്രസമിതി, ഗുരുവായൂർ ദേവസ്വം, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ക്ഷേത്രം മുൻമേൽശാന്തി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാരായ നീതു സന്തോഷ്, പുരുഷോത്തമൻ, അഞ്ജലി, രമ്യ ആലക്കൽ, ശ്രീപാർവതി, ഐശ്വര്യ, MB സന്തോഷ്, RV ആനന്ദ്, ഉഷ, പാർവതി, ഡോക്ടർ ശശി കൈമൾ എന്നിവർ കായചികിത്സ, പ്രമേഹം, ഹൃദ്രോഗം, വാദം, ഞരമ്പ്, കരൾ, ദഹനം സംബന്ധമായ രോഗങ്ങൾ, സ്ത്രീരോഗം, കുട്ടികളുടെ രോഗങ്ങൾ, ശല്യതന്ത്രം, ശാലാക്യതന്ത്രി എന്നീ വിഭാഗങ്ങളിലെ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം ക്ഷേമസമിതി പ്രസിഡന്റ് PK സുനിൽ, സെക്രട്ടറി TR സജീവ്, ട്രഷറർ മാധവ മേനോൻ, മറ്റ് ഭാരവാഹികളായ PM പ്രദീപ്, സുജീർ ചന്ദ്, മണിലാൽ, രജിത് കുമാർ, ഷിബു, സെയ്തു, ചന്ദ്രിക, നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രസാദഊട്ടും ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അന്നേ ദിവസം വിശേഷാൽ പൂജകളും രാവിലെ 8 മണി മുതൽ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി വടക്കേടം നാരായണൻ നമ്പൂതിരി, വടക്കേടം വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി VK രാമദാസ് എന്നിവർ കാർമ്മികത്വം വഹിക്കും. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ചുറ്റമ്പല പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം നടത്തി. ഒരു ഭക്തനാണ് 25 ലക്ഷം രൂപയോളം ചെലവഴിച്ച് പ്രദക്ഷിണ വഴി ക്ഷേത്രത്തിന് വഴിപാടായി സമർപ്പിച്ചത്. മേൽശാന്തി അനൂജ് തിവാരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഗജപൂജയ്ക്ക് ശേഷം കൊമ്പൻ ഹരിപ്പാട് അപ്പുവിന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കമിട്ടു. നിരവധി ഭക്തർ വഴിപാടായി ആനയൂട്ട് നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണവും സമൂഹ രാമായണ പാരായണവും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ബാലസംഘം എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PV ലെനിൻ ഉദ്ഘാടനം ചെയ്തു. KP അനന്തകൃഷ്ണ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, ഡോക്ടർ VC ബിനോജ്, കുഞ്ഞുമോൻ കരിയന്നൂർ, ഷീബ രാജേഷ്, അങ്കിത സുഗതൻ, MR അർച്ചന എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് TS അരുണിമ, സെക്രട്ടറി ഭഗത് ചന്ദ്ര, കൺവീനർ കുഞ്ഞുമോൻ കരിയന്നൂർ, കോർഡിനേറ്റർ ഷീബ രാജേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. മേൽശാന്തി സൂരജ് കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം നമസ്കാര മണ്ഡപത്തിൽ പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് BTN വിജയൻ നമ്പൂതിരി, സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, CU നായർ, KB മോഹനൻ, മാതൃസമിതി ഭാരവാഹികളായ ഇന്ദു നായർ, രതി നാരായണൻ, മല്ലിക എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 4-ാം തീയതി ഉത്രാട ദിവസമാണ് നിറപ്പുത്തിരി ആഘോഷം. ഏങ്ങണ്ടിയൂർ ബ്രദർലി ലിവിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പത്രവാർത്താ ക്വിസ് മത്സരം നടത്തി. BLS ഓഡിറ്റോറിയത്തിൽ നടന്ന ക്വിസ് മത്സരം പ്രദേശത്തെ സ്കൂളുകളിലെ പ്രധാനാധ്യാപകരായ സോജൻ, റീന, ഷൈനി, രജനി മനോജ്, സ്മിത ഗിരീഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് OK പ്രൈസൺ അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏങ്ങണ്ടിയൂർ ഫാദർ പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ സ്കൂളിലെ വൈഷ്ണവി സിജു 1-ാം സ്ഥാനം നേടി. നാഷണൽ HSSലെ MJ നിവേദ്യ 2-ാം സ്ഥാനവും തൃശൂർ നിർമ്മലമാതാ സ്കൂളിലെ ശിവാനി മിഥുൻ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് HSSലെ ശ്രിഷ് ഷൈൻ 1-ാം സ്ഥാനത്തിന് അർഹനായി. കോട്ടക്കടപ്പുറം ഫിഷറി സ്കൂളിലെ അമർ ആസാദ്, സെന്റ് തോമസ് HSലെ ഭാസ്കർ N സുവിൻ എന്നിവർ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ നേടി. ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നാഷണൽ HSSും UP ഓവറോൾ GF UPS കോട്ടക്കടപ്പുറവും കരസ്ഥമാക്കി.
പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസന്നൻ കൊണ്ടപ്പശ്ശേരി, മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി, ട്രഷറർ ഗിരീഷ് കളത്തിൽ, സവിത സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം കൺവീനർ മണിലാൽ കൊണ്ടറപ്പശ്ശേരി നേതൃത്വം നൽകി. വായനാ ദിനമായ ജൂൺ 19 മുതൽ ജൂലൈ 31 വരെയുള്ള മലയാള ദിനപത്രങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ക്വിസ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എളവള്ളി പഞ്ചായത്തിലെ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണ പദ്ധതിക്ക് തുടക്കമായി. 2025-2026 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാലിത്തീറ്റ വിതരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി റാത്തോഡ് IAS മുഖ്യാതിഥിയായി. ജനപ്രതിനിധികളായ TC മോഹനൻ, PM അബു, ഷാലി ചന്ദ്രശേഖരൻ, വെറ്റിനറി സർജൻ ഡോക്ടർ അനിഷാദ് എന്നിവർ സംസാരിച്ചു. കറവ പശുക്കൾക്ക് ഓരോ മാസവും 2 ചാക്ക് തീറ്റ വീതം വാങ്ങുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന കറവ പശുക്കളുടെ ഉടമസ്ഥരായ ക്ഷീര കർഷകർക്ക് 5 മാസക്കാലത്തേക്ക് 5000 രൂപ സബ്സിഡി നൽകുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി 100 ക്ഷീര കർഷകർക്കാണ് പ്രയോജനം ലഭിക്കുക. തിരുവത്ര വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം 2025 സംഘടിപ്പിച്ചു. പുത്തൻകടപ്പുറം NH മദ്രസയിൽ നടന്ന സംഗമം ഡോക്ടർ ഷാഫി മുത്തലീഫ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് TC ഹംസ ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെ ആദരിച്ചു. മനേത്ത് മുഹമ്മദ് യൂസഫ് ആമുഖ പ്രസംഗം നടത്തി. ഷാഹുൽ കെ പഴുന്നാരുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായി. ദുബായ് വെൽഫെയർ വർക്കിംഗ് പ്രസിഡന്റ് സക്കറിയ റഷീദ്, ട്രഷറർ തോപ്പിൽ റഷീദ്, പേള അലി, സലാം TM എന്നിവർ സംസാരിച്ചു. PM അസ്കർ സ്വാഗതവും CK മോഹസിൻ നന്ദിയും പറഞ്ഞു. പെരുന്തിരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. രാവിലെ ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ കുർബാന അർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കുടുംബ സംഗമവും വിവാഹ സുവർണ ജൂബിലി ആഘോഷിച്ചവരെ ആദരിക്കൽ, മികച്ച അക്കാദമിക് വിജയം നേടിയവരെ അനുമോദിക്കൽ, ആത്മീയ സംഘടനകളുടെ വാർഷികം എന്നിവയുണ്ടായി. വിവിധ ആത്മീയ സംഘടനകളുടെ വാർഷികം, മത്സരങ്ങൾ, സ്നേഹവിരുന്ന് എന്നിവയും നടന്നു. പരിപാടികൾക്ക് വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, ട്രസ്റ്റി K ഗീവർ സൈമൺ, സെക്രട്ടറി CB റിൻസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ചർച്ച് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ കോൺഫറൻസും ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ ഗുരുവായൂർ ചാപ്റ്ററും നീതി മെഡിക്കൽസും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര ഉദ്ഘാടനം ചെയ്തു. സെന്റ് വിൻസെന്റ് ഡി പോൾ പ്രസിഡന്റ് PT ഫ്രാൻസി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ വ്യാപാരി വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റ് TN മുരളി, പള്ളി ട്രസ്റ്റി ആൻഡോ എൽ പുത്തൂർ, ഡോക്ടർ അഞ്ജലി, ഡോക്ടർ അരവിന്ദ്, TT സെബു, MF നിജു, PI ലാസർ, CG സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹോമിയോ ഡോക്ടർമാരായ റോജൻ, നഹീല, ശ്രീവിദ്യ, അഞ്ജലി, അരവിന്ദ്, അലീന ജോസഫ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ചെമ്മണ്ണൂർ BJP 29ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസ സൗജന്യ ഔഷധ കഞ്ഞി കിറ്റ് വിതരണം ചെയ്തു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജബിൻ, കുന്നംകുളം മുനിസിപ്പാലിറ്റി ഈസ്റ്റ് മേഖല പ്രസിഡന്റ് ഷിമ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. 600 വീടുകളിൽ ഔഷധ കഞ്ഞി കിറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിന് ചെമ്മണ്ണൂരിലെ BJP പ്രവർത്തകരായ SS രാജൻ, റനീഷ് പള്ളിക്കര, രമേശ് മുണ്ടന്തറ, ധനീഷ് VS, ഉണ്ണികൃഷ്ണൻ SS, രഘുനന്ദനൻ, മിനിഷ രാജൻ, മനീഷ ദിബേഷ്, സുമില ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിലെ മുഴുവൻ ഇടവകാംഗങ്ങൾക്കും പച്ചക്കറി തൈകളും ചെണ്ടുമല്ലി തൈകളും വിതരണം ചെയ്തു. വികാരി റവറൻ അനു ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. രാജു തെങ്ങുങ്ങൽ, രാജു സക്കറിയ, MK ഷാജൻ, CC റോയ്, ജെയ്സൺ അപ്പാപ്പു, ഷാജു, മമത എന്നിവർ നേതൃത്വം നൽകി. ആളൂർ വടക്കേ ചിറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ഞായറാഴ്ച പുലർച്ചെ നട തുറക്കലിന് ശേഷം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രം മേൽശാന്തി കുറുവല്ലൂർ ശ്രീശർമ്മൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. തുടർന്ന് ഗജപൂജയ്ക്ക് ശേഷം ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയ ആനകൾക്ക് മേൽശാന്തി ആദ്യ ഉരുള നൽകി. മൈലൂർ അനുലക്ഷ്മി, കൊളക്കാടൻ കുട്ടികൃഷ്ണൻ, പുതുശ്ശേരി വിജയൻ എന്നീ ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ക്ഷേത്രം ഭാരവാഹികളായ M ശിവരാജ്, സന്തോഷ് കോലാരി, തുളസീദാസ് പട്ടയത്ത് എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ ആനയൂട്ടിലും മഹാഗണപതി ഹോമത്തിലും പങ്കെടുത്തു. എല്ലാത്തരം സ്ത്രീപീഡനങ്ങൾക്കെതിരെയും സർക്കാർ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രാദേശിക തലത്തിൽ ജാഗ്രതാ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ തമ്പുരാൻപടി മേഖലാ സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. പൂക്കോട് കായിക സമുച്ചയത്തിൽ നടന്ന സമ്മേളനം മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സുനിത അരവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബിന്ദു ബാബുരാജ്, മീന ബാബു, കൗലത്ത് ലത്തീഫ് എന്നിവർ അടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംഘാടക സമിതി ചെയർമാൻ KP വിനോദ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഏരിയ ജോയിന്റ് സെക്രട്ടറി ബിബിത മോഹൻ, ലിസി ബൈജു, ആനന്ദവല്ലി മാമ്പുഴ,
ശൈലജ സുധൻ, നിഷി പുഷ്പരാജ്, ദിവ്യ സജി, TG രഹന എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സെക്രട്ടറി സുനിത അരവിന്ദൻ, പ്രസിഡന്റ് ബിന്ദു ബാബുരാജ്, ട്രഷറർ നീന ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിൽ ചെറുതുരുത്തിയിൽ നിർമ്മിക്കുന്ന സെന്റ് ജോർജ് കുരിശുപള്ളിക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ശിലാസ്ഥാപനം നടത്തി. കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികരായി. പള്ളി ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീര എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ചെറുവത്തൂർ വീട്ടിൽ ജോൺ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കുരിശുപള്ളി പണിയുന്നത്. കുരിശുപള്ളി കമ്മിറ്റി ജനറൽ കൺവീനർ CI ജോൺ, പ്രസിഡന്റ് ജാക്സൺ ജോബ്, വൈസ് പ്രസിഡന്റ് MK ഷാജൻ, സെക്രട്ടറി KS ജിജു, ട്രഷറർ PS സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കുരിശുപള്ളി നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. കുന്നംകുളം ഫിഷ് മാർക്കറ്റ് സംയുക്ത യൂണിയൻ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. ചൊവ്വനൂർ KR നാരായണൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന വാർഷിക യോഗത്തിന്റെയും കുടുംബസംഗമത്തിന്റെയും ഉദ്ഘാടനം യൂണിയൻ രക്ഷാധികാരി MN മുരളീധരൻ നിർവഹിച്ചു. ചടങ്ങിൽ യൂണിയൻ കൺവീനർ K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. BMS യൂണിയൻ പ്രസിഡന്റ് സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ MS ഷാനിഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ യൂണിയൻ സെക്രട്ടറിമാരായ സലിം, PK നൌഷാദ്, ശരത്ത്, KC ബാബു, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുതിർന്ന യൂണിയൻ ഭാരവാഹികളെയും യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കലാപരിപാടികളും ഉണ്ടായി. 11.25 മണിക്കൂറിനകം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കി ഓതി കേൾപ്പിച്ച പന്നിത്തടം സ്വദേശിയും ഹാഫിള് അഹമ്മദ് നസീം ബാക്കവിയുടെ മകനുമായ ഹാഫിള് മുഹമ്മദ് യാസീനെ എയ്യാൽ മഹല്ല് കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. ഉസ്താദ് ഇബ്രാഹിം ഫൈസി, ഉസ്താദ് ഷറഫുദ്ദീൻ ലത്തീഫി, മഹല്ല് പ്രസിഡന്റ് KA മുസ്തഫ, സെക്രട്ടറി OA കാസിം, ട്രഷറർ KM ഷാജി എന്നിവർ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ കത്തോലിക്ക കന്യാസ്ത്രീകൾക്കെതിരെ അന്യായമായി ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പ് ചുറ്റി പള്ളിയിലെത്തി സമാപിച്ചു. പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. ഡീക്കൻ ആക്ടൻ പെല്ലിശ്ശേരി, കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ഡില്ലൻ മുരിങ്ങാത്തേരി, റപ്പായി താണിക്കൽ, കുടുംബ കൂട്ടായ്മ കൺവീനർ MV ഡൊമിനിക്, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഫൊറോന സമുദായ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ നിന്നാരംഭിച്ച റാലി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ സമാപിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രതിഷേധ റാലിയിൽ അണിനിരന്നു. തുടർന്നു നടന്ന ജാഗ്രതാ സദസ്സ് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. കേരള കത്തോലിക്ക ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കണ്ടുകുളം വിഷയാവതരണം നടത്തി. ജാഗ്രതാ സദസ്സ് ജനറൽ കൺവീനർ KC ഡേവിസ്, സെക്രട്ടറി NV ആന്റണി മാസ്റ്റർ, അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, പോൾസൺ മണ്ടുമ്പാൽ, ജോഷി വടക്കൻ, ഫാദർ തോമസ് ചൂണ്ടൽ, സിസ്റ്റർ ജൽന CSC, ഫാദർ ആൻഡോസ് എലുവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവകയിൽ നടന്ന പ്രതിഷേധം ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ സെബി താണിക്കൽ, KP പോളി, CK ഡേവിസ്, VK ബാബു, കുടുംബ കൂട്ടായ്മ കൺവീനർ ബിജു മുട്ടത്ത്, PRO ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. തമ്പുരാൻപടി സെന്ററിലേക്ക് നടന്ന റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയുടെ നേതൃത്വത്തിൽ ദേവാലയത്തിൽ നിന്നാരംഭിച്ച റാലി മറ്റം സെന്ററിലെ മാർത്തോമ സ്ക്വയറിലെത്തി സമാപിച്ചു. തുടർന്നു നടന്ന പ്രതിഷേധ സദസ്സ് മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ C തോമസ്, പള്ളി സംരക്ഷണ സമിതി കൺവീനർ EF സണ്ണി എന്നിവർ സംസാരിച്ചു. മറ്റം കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ് ഉൾപ്പെടെയുള്ള സന്യസ്തരും ഇടവകയിലെ കുടുംബ കൂട്ടായ്മ ഭക്തസംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, CK ജോയ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് EJ ജോഫി, പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. തയ്യൂർ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഇടവക വികാരി ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങത്തേരി നേതൃത്വം നൽകി. ഇടവകയിലെ മുതിർന്നവരും കുട്ടികളും പങ്കെടുത്തു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് NV ആന്റണി പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ദൈവാലയ സെക്രട്ടറി PJ ബൈജു വിലയത്തിൽ, ട്രസ്റ്റിമാരായ PP ജോസ്, NJ ജെമി, NP സേവി, PB ലൈജോ എന്നിവർ നേതൃത്വം നൽകി.
വയലത്തൂർ താമരക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് രാവിലെ 7 മുതൽ 11 മണി വരെ ആചാര്യ മോഹിനി, കണ്ണൻ, ചിറ്റണ്ട എന്നിവരുടെ ഭക്തി പ്രഭാഷണം, ലഘുഭക്ഷണ വിതരണം എന്നിവയുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശിവപ്രസാദ് പൊന്നേത്ത്, സെക്രട്ടറി വാസു പരത്തി, ട്രഷറർ രമേശ് കാളിയത്ത്, ഭരണസമിതി, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കളഞ്ഞു കിട്ടിയ സ്വർണവും പണവും മൊബൈൽ ഫോണും അടങ്ങുന്ന ബാഗ് ദേവസ്വം അധികൃതർക്ക് കൈമാറി ആനപ്പാപ്പാൻ സുബീഷ് മാതൃകയായി. ഗുരുവായൂർ ആനത്താവളത്തിലെ കൊമ്പൻ നവനീത് കൃഷ്ണന്റെ പാപ്പാൻ സുബീഷാണ് തനിക്ക് കളഞ്ഞു കിട്ടിയ 10 ലക്ഷത്തോളം രൂപയുടെ മൂല്യമുള്ള സ്വർണവും പണവും അടങ്ങിയ ബാഗ് തിരികെ നൽകിയത്. ആനത്താവളം സന്ദർശിക്കാനെത്തിയ തെലങ്കാന സ്വദേശികളുടേതായിരുന്നു ബാഗ്. ഇവർ പോലീസിന് പരാതി നൽകി ബാഗിനുള്ള അന്വേഷണത്തിലായിരുന്നു. ഈ സമയത്താണ് സുബീഷ് വഴി ബാഗ് തിരികെ ലഭിച്ചത്. സുബീഷിനെ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം മഞ്ജുലാലിന് സമീപം നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വെളപ്പായ മണികണ്ഠൻ, കൂട്ടുകൊമ്പന്മാർ പ്രസിഡന്റ് VT ശരത്ത്, സെക്രട്ടറി PS സുജിത്ത് എന്നിവർ സംസാരിച്ചു. വാഗാശ്രീ കാർത്തിയാനി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മംഗലത്ത് മനയിൽ അനിൽ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ രാമായണ പാരായണവും ആദ്യത്തെ 7 ദിവസം ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. പുന്നൂർ പഞ്ചായത്ത് 4-ാം വാർഡിലെ 2 മാസം മുൻപ് ടാർ ചെയ്ത റോഡുകൾ ഉൾപ്പെടെ വിവിധ റോഡുകൾ തകർന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 4-ാം വാർഡ് UDF കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി A. ഉമ്മർ അധ്യക്ഷത വഹിച്ചു. പുന്നൂർ മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുഞ്ഞിമോൻ മണ്ണയിൽ, മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി ബക്കർ മുക്കണ്ടത്ത്, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി റിഷാദ് K. മൂസ എന്നിവർ സംസാരിച്ചു. ലീഗ് വാർഡ് സെക്രട്ടറി ഇബ്രാഹിംകുട്ടി സ്വാഗതവും ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ കുന്നത്തയിൽ നന്ദിയും പറഞ്ഞു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് MP മൊയ്തീൻ, അഷ്റഫ് മുക്കണ്ടത്ത്, അഷ്റഫ് മണ്ണയിൽ, അബു അത്താണിക്കൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്ത് കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ നടത്തിയ വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. പെരുമ്പിലാവ് സെന്ററിൽ നിന്നും വാദ്യഘോഷങ്ങളോടെ ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഘോഷയാത്ര പഞ്ചായത്ത് പരിസരത്ത് സമാപിച്ച ശേഷം കുടുംബശ്രീ വാർഷികത്തിന്റെ ഭാഗമായി നിരവധി കലാപരിപാടികൾ അരങ്ങേറി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 10 ഞായറാഴ്ച രാവിലെ 10 മുതൽ ചൂണ്ടൽ ഗുരുവായൂർ റോഡിലെ ജില്ലാ എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിലാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 94 47 40 26 00 എന്ന നമ്പറിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ചർമ്മം CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചെരപ്പറമ്പിൽ കേശവൻ നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതയായ സരോജിനിയാണ് ഭാര്യ. ബേബി, സമീർ, ബീന, വിൽസൺ, ഷീല, തമ്പി എന്നിവർ മക്കളാണ്. ചിറനല്ലൂർ ചീരോത്ത് പരേതനായ സത്യൻ ഭാര്യ സൗദാമിനി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ബാബു, ജയപ്രകാശ്, ശൈലജ, സീന എന്നിവർ മക്കളാണ്. എരനല്ലൂർ ചൊവ്വലൂർ വീട്ടിൽ ജോസഫ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ജോയ്സി ഭാര്യയും റിയ മരിയറ്റ്, റിങ്ങിൽ ജോസഫ്, റിനോൾ, ആൻസ് എന്നിവർ മക്കളുമാണ്. കുട്ടഞ്ചേരി കൊടപ്പനക്കൂട്ടത്തിൽ ബാബു നിര്യാതനായി. 54 വയസ്സായിരുന്നു. അനിതയാണ് ഭാര്യ. അമൃത, അഞ്ജന, അപർണ എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തൊഴിയൂരിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത്. BJP പ്രവർത്തകനായിരുന്ന കണ്ണാംകുളം സുനിൽ കുമാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായിട്ടാണ് 3 പതിറ്റാണ്ടിന് ശേഷം കുടുംബം രംഗത്ത് വന്നത്. CCTV ന്യൂസ് എക്സ്ക്ലൂസീവ്. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ മാതൃകയാണ് കുറുക്കൻപാറ ഗ്രീൻ പാർക്ക് എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജി സെന്ററും മന്ത്രി സന്ദർശിച്ചു.
ഓണം പ്രമാണിച്ച് വിൽപ്പന നടത്തുവാനായി മാഹിയിൽ നിന്നെത്തിച്ച വൻ വിദേശ മദ്യശേഖരം പിടികൂടി തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ. കുരിച്ചിറ സ്വദേശി പിന്റോയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് 100ഓളം കുപ്പി വിദേശ മദ്യം. ഗതാഗത കുരുക്കൊഴിയാതെ ചാവക്കാട് നഗരം പരിഹാരം കാണണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. ഓവുങ്ങൽ മുതൽ ആശുപത്രിപ്പടി വരെ അനധികൃത പാർക്കിംഗ് ഉള്ളതിനാൽ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്നുവെന്ന സ്ഥിതിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.